പ്രൈസ് ദി ലോർഡ്. വീണ്ടും ദൈവവചനത്തിന് മുൻപാകെ നമ്മൾ അടുത്തു വന്നിരിക്കുകയാണല്ലോ. നമ്മൾക്കറിയാവുന്ന ദൈവവചനത്തെക്കുറിച്ച് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ച ഒരു ദൈവദാസൻ 82 years ഈ ലോകത്തിൽ നിന്ന് വേർപെടുകയുണ്ടായി. അദ്ദേഹം അതിന് തൊട്ട് മുമ്പുള്ള 3 ആഴ്ചകളിൽ ഒരു സൺഡേയിൽ സഭായോഗത്തിന് ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് താൻ വീണ് ബോധരഹിതനായി. പിന്നീട് 3 വീക്സോളം ഹോസ്പിറ്റലിൽ ആയിരുന്നു. ഈ 3 ആഴ്ചയും അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിലും ഒരു വകയും പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ദൈവത്തിൻ്റെ വചനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ജീവനുണ്ട്. വി നോ ഇറ്റ് ബൈ ഹാർട്ട്, വി ലേൺ ഇറ്റ് ബൈ ഹാർട്ട്. നമ്മൾ കാണാതെ പഠിച്ച് പ്രസംഗമൊക്കെ വന്നാലും അതൊക്കെ എടുത്തങ്ങ് കോട്ട് ചെയ്ത് വളരെ ഭംഗിയായിട്ടൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. എന്നാൽ അവിടെ പറഞ്ഞ് നിർത്തുകയല്ല. ഇന്ന് എനിക്കും നിങ്ങൾക്കും ജീവൻ മാത്രമല്ല, ചൈതന്യവുമുണ്ട്. വി ആർ ആക്റ്റീവ്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം നമ്മൾ. ജീവൻ മാത്രം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ഇറ്റ് ഷുഡ് ബി ആക്റ്റീവ്. പ്രവൃത്തിപദത്തിൽ, കർമ്മപദത്തിൽ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകുന്നില്ലെങ്കിൽ അത് നമ്മൾ പിന്നെയും പരിശോധിക്കേണ്ടതാണ്. ഞാനിത് മുഖവുരയായി പറഞ്ഞത് നമ്മൾ തിരുവചനത്തിൻ്റെ മുൻപാകെ അടുത്തു വരികയാണ്. ഇന്ന് നമുക്ക് വളരെ പരിചിതനായ സക്കായിയെക്കുറിച്ച് അല്പം സമയം ചിന്തിക്കാം. നിങ്ങൾക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിലെ അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ സക്കായിയെ കാണുന്നത്. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ച് സക്കായി ഒരു കാട്ടത്തിയുടെ മേൽ കയറുന്നതും ആ കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഭാഗം അറിയാം. യേശു അവൻ്റെ വീട്ടിൽ ചെല്ലുന്നു. ഞാനതൊന്ന് സമ്മറിയായിട്ട് സമയലാഭത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞതാണ്. എന്നാൽ ഈ ഭാഗം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെ നിങ്ങൾ വായിക്കണം. അപ്പം അവിടെ നമ്മൾ വായിച്ചു വരുമ്പോൾ കാണുന്നത്, യേശു യെരിഹോവിലെത്തിയപ്പോൾ യേശുവിനെ കാണാനായിട്ടൊരു വലിയ പുരുഷാരം തടിച്ചു കൂടിയിരിക്കുന്നതാണ്. യെരുശലേമിലേക്കുള്ള യാത്രയിൽ യേശു യെരിഹോവിൽ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഓൺ ദ വേയിൽ വലിയൊരു പുരുഷാരം തടിച്ചു കൂടിയിരിക്കുന്നു. ഇതിൻ്റെ കാരണം, അവിടെ നിന്നും 15 മൈൽ അകലെയാണ് ബെഥാന്യ എന്ന് പറയുന്ന സ്ഥലം. ആ ബെഥാന്യ എന്ന സ്ഥലത്ത് ലാസർ എന്നൊരുവൻ ഉണ്ടായിരുന്നു. യേശു ആ ലാസറിനെ ഉയർപ്പിച്ച സംഭവം ഈ അടുത്തുള്ള എരിഹോ പട്ടണക്കാരൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു വന്നപ്പം വലിയ ഒരു പുരുഷാരം അവൻ്റെ ചുറ്റിനും കൂടിയത്. ആ സംഭവങ്ങളൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ, വലിയ വലിയ ആളുകളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ കാണാനും അറിയാനും ഒരു നോക്ക് കാണാനും ഒക്കെ ആയിട്ട് നമ്മൾ ഓടി കൂടാറുണ്ട്. അതുപോലെ ആ പുരുഷാരം കൂടിയിരിക്കുകയാണ്. എന്നാൽ ഇവരോടൊപ്പം ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായിക്ക് യേശുവിനെ കാണാനുള്ള ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അതിൻ്റെ പരിമിതികൾ ഏറെയായിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം. പുരുഷാരമെല്ലാം യേശുവിൻ്റെ പക്ഷക്കാരാണെങ്കിൽ, ഞാൻ പറഞ്ഞത് മറന്നു പോകരുത്, എന്തുകൊണ്ടാണ് അവർ യേശുവിൻ്റെ പക്ഷക്കാരായിരിക്കുന്നത്? ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട്. എന്നാൽ സക്കായിയെ സംബന്ധിച്ചിടത്തോളം അവരോടൊപ്പം നിൽക്കാൻ കൊള്ളാത്തവരുടെ ഒരു പ്രതിനിധിയാവൻ. അവൻ പാപിയാണ്, സാമൂഹികമായി ഭ്രഷ്ടുള്ളവനാണ് അവൻ. ആ കാലഘട്ടത്തില് ഈ നികുതി പിരിക്കുന്നവരെ ആളുകൾ ഒഴിവാക്കുകയും വെറുക്കുകയും പാപികളായി കണക്കാക്കുകയും ചെയ്യുന്നു. നമുക്കറിയാലോ, സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പം ചുങ്കക്കാരും പാപികളും എന്നുള്ള ഫ്രേസ് അത് രണ്ടും ഒരുമിച്ച് ചേർത്താ പറയാറുള്ളത്. സെയിം ക്ലാസ് ആണ് അവരെ. സമൂഹത്തിൽ അവരെ പുച്ഛമായി കാണുന്ന, പ്രത്യേകിച്ച് റിലീജിയസ് വേൾഡിൽ
അങ്ങനെ കാണുന്ന ഒരിതുണ്ട്. ഈ സാമൂഹികമായി തന്നെ ചുങ്കക്കാരെ ഭ്രഷ്ടരായിട്ടാണ് അവർ കാണുന്നത്. ആദ്യ സുവിശേഷം രചിച്ച മത്തായി യേശുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് കഫർന്നഹൂമിൽ നികുതി പിരിക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ സക്കായി ചുങ്കക്കാരുടെ പ്രമാണിയായിരുന്നു. മത്തായിയേക്കാൾ ഒന്നുകൂടെ ഗ്രേഡ് കൂടിയ ആളായത്. ഇവന്റെ കീഴിൽ കുറെ അധികം ടാക്സ് കളക്ടേഴ്സ് ഉണ്ടായിരുന്ന ഒരാളാണ് സക്കായി എന്ന് നമുക്ക് മനസ്സിലാവും. വളർച്ചയിൽ കുറിയവൻ എന്ന പരിമിതി സക്കായി അവന്റെ യുക്തി കൊണ്ട് പരിഹരിച്ചെടുക്കുക ഈ കഥയിൽ. ഈ സംഭവമാണ്. എന്നാൽ യേശുവിനെ കാണുന്നതിലുപരി അവന് യേശു എങ്ങനെ ഉള്ളവനെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം, അതവന്റെ റീസൺ കൊണ്ട്, യുക്തി കൊണ്ട് പരിഹരിക്കാവുന്നതായിരുന്നില്ല. അവൻ ചുങ്കക്കാരുടെ പ്രമാണിയും ധനവാനുമായിരുന്നുവെന്ന അവിടെ നമ്മൾ വായിക്കുന്നത്. അതാണ് അവനെ യേശുവിൽ നിന്നും മനുഷ്യരിൽ നിന്നും അന്യനാക്കിയത്, അകറ്റി നിർത്തിയത്, അല്ലെ മാറ്റിക്കളഞ്ഞത്. ഇത് 19-ാം അധ്യായത്തിലെ കാര്യമാണല്ലോ. 18-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ അടുത്ത് വന്ന ഒരു ധനികനായ പ്രമാണിയെ നമുക്ക് അവിടെ കാണാം. ഒരു ചോദ്യവുമായിട്ടാണ് അവൻ യേശുവിനെ അഭിമുഖീകരിക്കുന്നത്. നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം? പരീശന്മാരെ പോലെ കുടുക്ക് ചോദ്യവുമായിട്ടല്ല അവൻ വന്നത്. ഇറ്റ് വാസ് എ ജെനുവിൻ ക്വസ്റ്റ്യൻ. വളരെ ആത്മാർത്ഥയുള്ള, മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ചോദ്യം. ഈ പ്രമാണിക്ക് യേശുവിനെ അറിയാമായിരുന്നു. നിത്യജീവൻ പ്രാപിക്കാൻ യേശുവിനെ അറിഞ്ഞാൽ മാത്രം പോരാ എന്നും അവൻ അറിയാമായിരുന്നു. യേശു നിത്യജീവൻ പ്രാപിക്കാനുള്ള വഴി പറഞ്ഞു തരാൻ കഴിവുള്ളവനാണെന്നും അവൻ അറിയാമായിരുന്നു. നോക്കണേ, ആ ധനവാന്റെ ആ യേശുവിൻ്റെ അടുത്ത് വന്ന അവന്റെ ആ അറിവുകളൊക്കെ ആരോടെങ്കിലും ചോദിച്ചാൽ നമ്മുടെ ചോദ്യത്തിന് ഉള്ള ഉത്തരം കിട്ടിക്കോണമെന്നില്ല. അവന്റെ ചോദ്യവുമായി അവൻ അടുത്തു വന്നത് ശരിയായ വ്യക്തിയുടെ അടുത്തേക്കാണ്. കർത്താവിന്റെ കൽപ്പനകൾ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരുന്നവനാണ് ഇവൻ. എന്നിട്ടും നിത്യജീവൻ എങ്ങനെയാണ് അവകാശമാക്കുന്നതിനെ കുറിച്ച് അവൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് നിത്യജീവൻ പ്രാപിക്കാൻ കൽപ്പനകൾ അനുസരിച്ചാൽ മാത്രം പോരാ എന്ന്. അതോടൊപ്പം യേശുവിനെ അനുഗമിക്കുക കൂടെ വേണമെന്ന് അവിടെ കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ പലർക്കും പരാജയം സംഭവിച്ചിട്ടുള്ള ഒരു ഏരിയ ഇത്. സ്നാനപ്പെട്ടു, അന്യഭാഷ പറഞ്ഞു, ആരാധിച്ച് സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുന്നവരല്ലേ നമ്മൾ. നമ്മളുടെ കുരിശെടുത്ത് യേശുവിന്റെ പിന്നാലെ പോകുന്ന കാര്യം സൗകര്യപൂർവ്വം മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മിൽ പലരും. കൽപ്പനകൾ അനുസരിച്ചവരും പാലിക്കുന്നവരുമായിരിക്കാം ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിത്യജീവൻ പ്രാപിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് തിരുവചനത്തിലെ റെഫറൻസ് സഹിതം പറഞ്ഞു തരാനും പ്രാപ്തിയുള്ളവർ എൻ്റെ മുൻപിൽ ഇരിപ്പുണ്ട്. എങ്കിലും ഈ സമയം യേശുവിനോട് അങ്ങനെ ഒന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ ആരെങ്കിലും യേശുവിനോട് പറയാൻ ശ്രമിച്ചാൽ തീർച്ചയായും യേശുവിന് നമ്മളോട് പറയാനുള്ളത് ഇനിയും ഒരു കുറവ് നിനക്കുണ്ടെന്നായിരിക്കും. എന്തായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ യേശുവിനോട് ചോദിച്ചാൽ തീർച്ചയായും യേശു അത് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കുറവുകളൊന്നുമില്ല എന്നാണ് നിങ്ങളുടെ മനോഭാവമെങ്കിൽ അങ്ങനെയുള്ള ഒരുവനെ 11-ാം വാക്യത്തിൽ കാണാം. ആ മനോഭാവമുള്ള ഒരുത്തനെ 18-ാം അധ്യായത്തിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അവിടെ ഒരു പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തുള്ള ഭക്തി നമ്മൾക്കും ഉണ്ടാകാറില്ലേ സ്നേഹിതരെ?
കത്തോലിക്കരെക്കാൾ, സമുദായക്കാരെക്കാൾ, മറ്റ് ഇതര മതവിശ്വാസികളെക്കാൾ, കൂട്ടുവിശ്വാസികളെക്കാൾ നമ്മൾ ഭക്തരാണെന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മൾക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ഭക്തിയുടെ അളവുകോൽ ദൈവത്തിന്റെ വിശുദ്ധിയാകണം. യെശയ്യാവിന് പറയാനുള്ളത്, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. ദൈവത്തിന്റെ വിശുദ്ധി കണ്ടപ്പോൾ അവന് ഉണ്ടായ അനുഭവമാണ്. പൗലോസ് നിലവിളിക്കുന്നത് ഈ ബോധത്തിലാ. റോമർ 7 അതുണ്ടല്ലോ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഇനി വെളിപ്പാട് പുസ്തകം അവസാന പുസ്തകത്തിലേക്ക്, പത്മോസ് ദ്വീപിലേക്ക് വന്നാൽ, യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ അവന്റെ പാദത്തിൽ വീണെന്ന നമ്മളവിടെ വായിക്കുന്നത്. ഓക്കെ, ഇവിടെ ആ പ്രാർത്ഥനയുടെ അവസാനം ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയപ്പോൾ പരീശൻ അടുത്തു നിന്ന് പരീശൻ പ്രാർത്ഥിച്ച് അവൻ തന്നെത്താൻ ദൈവസന്നിധിയിൽ താഴ്ത്തപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കും നമുക്ക്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ആർക്കും ആ പരീശന്റെ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഹംബിൾ ഡൗൺ ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. കർത്താവ് നമ്മളെ താഴ്ത്താതിരിക്കട്ടെ. നമ്മുടെ ഉന്നത ഭാവങ്ങളൊക്കെ ഹംബിൾ ഡൗൺ ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയുവാൻ നമുക്കിടയാകട്ടെ. ഓക്കെ, യേശുവിന്റെ അടുത്ത് വന്ന പ്രമാണിക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് ഒരു കുറവ് ഉണ്ടായിരുന്നത് അവന്റെ ധനമായിരുന്നു. അവൻ എത്രയും ധനവാനാകൊണ്ട് യേശുവിന്റെ ആലോചന കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. നോക്കണേ, മാനസാന്തരപ്പെടാനുള്ള ഒരു ദുഃഖമായിരുന്നില്ല അത്. അപ്പോൾ യേശു പറഞ്ഞത്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം. നമുക്കറിയാം, ഇത് കേട്ടവര് എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്നാണ് പറഞ്ഞത്. അതിനവൻ യേശു കർത്താവ് പറഞ്ഞത്, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്നാണ്. ഇവിടെയാണ് സക്കായിയെ നമ്മൾ കാണേണ്ടത്. ഞാൻ പിന്നെയും 19-ാം അധ്യായത്തിലേക്ക് വരികയാണ്. അവൻ ചുങ്കക്കാരുടെ പ്രമാണി മാത്രമല്ല, യേശുവിന്റെ ആലോചന കേട്ട് ദുഃഖിച്ചു പോയ ആ ധനികനായ പ്രമാണിയെ പോലെ ഒരുവനുമായിരുന്നു. അവൻ ധനികനായിരുന്നു. മനുഷ്യരാൽ അസാധ്യമായത് നമ്മുടെ ദൈവത്താൽ സാധ്യമാണെന്ന സത്യമാണ് സക്കായിയുടെ ഈ സംഭവ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. ലോകപ്രകാരം ചുങ്കക്കാരും ധനികനുമായ സക്കായിക്ക് അബ്രഹാമിന്റെ സന്തതി ആകാൻ ഒരു സാധ്യതയുമില്ല. സക്കായിക്ക് കർത്താവിന്റെ അടുത്ത് വന്നപ്പോൾ അവന്റെ ആഗ്രഹമാണ്, കർത്താവ് എങ്ങനെയുള്ളവനെന്ന് അവൻ കണ്ടെത്തിയപ്പോൾ അവനത് സാധ്യമായി. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആയിരുന്നാലും യേശുവിന്റെ കരങ്ങളിലേക്ക് അത് കൊടുക്കുക. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രശ്നങ്ങൾ അത് ജഡത്തിലേതാകാം, കുടുംബത്തിലേതാകാം, സഭയിലേതാകാം, സമൂഹത്തിലേതാകാം. നമ്മെ ദൈവമക്കളാക്കുവാൻ കരുണയുള്ള, മനസ്സലിവുള്ള, അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ള കർത്താവാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നതെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയട്ടെ. സക്കായി ചുങ്കക്കാരുടെ പ്രമാണിയായിരുന്നു. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ അവന്റെ കീഴിൽ നിരവധി ചുങ്കം പിരിവുകാരുണ്ടായിരുന്നു. അവരെല്ലാം കൂടി സാധാരണ ജനങ്ങളുടെ മേൽ ചുമത്തിയ നികുതി ഭാരം കുറച്ചൊന്നുമല്ല. ആ കാലത്ത് തന്റെ സ്ഥാനം ഉപയോഗിച്ച് താൻ ആഗ്രഹിക്കുന്നതും അതിനപ്പുറവും നികുതി ചുമത്തി സക്കായി സമ്പന്നനായി. റോമൻ അധികാരികളുടെ
പൂർണ്ണ പിന്തുണയും തനിക്കുണ്ട്. കാരണം യഹൂദന്മാരുടെ മേൽ ചുമത്തുന്ന നികുതിയാണ്. അവനെ തടയാൻ ആർക്കും കഴിയുമായിരുന്നില്ല. കാരണം നിലവിലുള്ള ഗവൺമെന്റ് പോലും അവന്റെ കൂടെയാണ്. നാട്ടുകാർ സക്കായിയെ വെറുക്കാൻ വേറെ കാരണമൊന്നും വേണ്ടല്ലോ. ഈ മനുഷ്യന് അവനോട് അമിതമായ വിരോധവും നീരസവും ആ ആളുകൾക്കുണ്ടായിരുന്നു. നമ്മൾ പറയാറുണ്ടല്ലോ, ആൾക്കൂട്ടത്തിൽ തനിയെ അവനായിപ്പോയി. അങ്ങനെയുള്ള അനുഭവം ഒരുപക്ഷെ നിങ്ങൾക്കും ഉണ്ടായി കാണുമല്ലോ. എത്ര ഭയങ്കരമാണത്, ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആ അവസ്ഥ. ഒരു ഘോരവനത്തിൽ നമ്മൾ ഒറ്റപ്പെടുന്നതിനേക്കാൾ ഭയങ്കരമാണത്. ഞങ്ങൾക്ക് ആരുമില്ലെന്ന തോന്നലിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ യേശു നിങ്ങളുടെ അടുത്തുണ്ട് എന്ന് ഞാൻ ഉറപ്പായി പറയട്ടെ. ഒറ്റപ്പെടലുകൾ ഉണ്ടാകാൻ സക്കായിയെ പോലെ നിങ്ങളൊരു മഹാപാപിയോ ധനികനോ ആയിക്കൊള്ളണമെന്നില്ല. യേശു എപ്പോഴും ഒറ്റപ്പെട്ടവരുടെ രക്ഷകനായിട്ടാണ് വരിക. യെരിഹോവിൽ വേറെ മാന്യന്മാരില്ലാഞ്ഞിട്ടല്ല, വലിയൊരു ക്രൗഡ് അവനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. എന്നാൽ യേശു സക്കായിയോടൊപ്പം പാർക്കാനാണ് പോയത്. യേശു ഇന്ന് നിങ്ങളോടൊപ്പം പാർപ്പാൻ ഇഷ്ടപ്പെടുന്നു. സക്കായി ചുങ്കക്കാരിൽ പ്രമാണി ആയതുകൊണ്ടല്ല, അല്ലെ ധനികനായതുകൊണ്ടല്ല യേശു അവന്റെ കൂടെ പോകാൻ ആഗ്രഹിച്ചത്. യേശു എങ്ങനെയുള്ളവനെന്ന് അറിയാൻ അവൻ ശ്രമിച്ചത് കൊണ്ടാണ്, ആ ആഗ്രഹം യേശു മനസ്സിലാക്കിയത് കൊണ്ടാണ് യേശു അവനോടുകൂടി പോയത്. പ്രിയമുള്ളവരെ, ഈ കർത്താവിനെ നമ്മുടെ അറിവിന്റെ തലത്തിൽ അറിയുന്നതിനപ്പുറം അവൻ എങ്ങനെയുള്ളവനെന്ന് രുചിച്ചറിയുവാൻ ഈ സമയം നമ്മളുടെ ഹൃദയം അവന് വേണ്ടി തുറക്കട്ടെ. ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേവലം യേശുവിനെ കാണുവാനല്ല, ഞാൻ പറഞ്ഞതുപോലെ യേശു എങ്ങനെയുള്ളവനെന്ന് അറിയാനാണ് അവൻ ശ്രമിച്ചത്. അതാണ് ആൾക്കൂട്ടത്തിൽ നിന്നും സക്കായിയെ വ്യത്യസ്തനാക്കിയത്. സാധാരണ ജനം അത്ഭുതം ചെയ്യുന്ന, രോഗസൗഖ്യം നൽകുന്ന യേശുവിന്റെ ചുറ്റും കൂടിയപ്പോൾ യേശു എങ്ങനെയുള്ളവനെന്ന് അറിയാനാണ് സക്കായി ശ്രമിക്കുന്നത്. യേശുവിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതിലുപരി യേശു ആരെന്നറിയാനുള്ള ശ്രമത്തിലായിരുന്നു അവൻ. യേശുവുമായുള്ള കൂടിക്കാഴ്ച ശ്രദ്ധിച്ചാൽ യേശു സക്കായിക്ക് വെളിപ്പെടുത്തിയതും അത് തന്നെയായിരുന്നു. നോക്കണേ, യേശു ആ കാട്ടത്തിയുടെ ചുവട്ടിൽ വന്ന് നിന്നപ്പോഴും, യേശു അവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയപ്പോഴും, ആ കാട്ടത്തിയിൽ താൻ ഇരിക്കുന്നത് കണ്ടതും തികച്ചും യാദൃശ്ചികമാകാമല്ലോ. അങ്ങനെ ആകാൻ ഇടയുള്ളത് കൊണ്ട് അപ്പോഴും യേശു എങ്ങനെയുള്ളവനെന്ന് സക്കായിക്ക് മനസ്സിലായി കാണുകയില്ല. കാരണം അതൊരു യാദൃശ്ചിക സംഭവം. അവിടെ വന്നു, മരത്തിന്റെ ചോട്ടി നിന്നു, മുകളിലോട്ട് നോക്കി, യാദൃശ്ചികമായി സക്കായിയെ കണ്ടെന്ന് വേണേ ഊഹിക്കാം. എന്നാൽ ആ നോട്ടത്തിൽ സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അത് കേട്ടപ്പം സക്കായി മാത്രമല്ല, അവനോടൊപ്പം യാത്ര ചെയ്തവരെല്ലാം ഞെട്ടിക്കാണും. ആ നിമിഷം സക്കായിക്ക് വാസ്തവത്തിൽ യേശു ആരാണെന്നുള്ളതിന്റെ ഉത്തരം കിട്ടിക്കാണും. ഒരിക്കലും പരിചയമില്ലാതിരുന്ന യേശു തന്നെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ യേശു എങ്ങനെയുള്ളവനാണെന്ന് അവന് വെളിപ്പെട്ട് കഴിഞ്ഞു. യേശു ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് സക്കായിക്ക് ഇനി ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു രംഗം നമ്മൾ യോഹന്നാൻ 4 കാണുന്നുണ്ട്. സമൂഹത്തിന്റെ മുൻപില് പ്രത്യക്ഷപ്പെടാൻ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ശമരിയക്കാരി ആളൊഴിഞ്ഞ് നേരെ നോക്കി യാക്കോബിന്റെ ഉറവിനരികെ വരുന്നത്. യേശു എങ്ങനെയുള്ളവനെന്ന് അറിഞ്ഞ സംഭവം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. യഹൂദനായി കണ്ട ഒരു യുവാവിനെ ക്രമേണ അവള് യജമാനൻ എന്ന് പറയുക, പിന്നീട് മസീഹയാണെന്ന് പറയുക. അങ്ങനെ അവൾ തിരിച്ചറിഞ്ഞു. ഒടുവിൽ അവൾ മുഖാന്തരം ശബരിയ പട്ടണത്തിലെ പലരുടെയും രക്ഷകനായി യേശു മാറിയ ചരിത്രം ജോൺ 4 നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ,
ഈ യേശുവിനെ നമ്മൾ പിൻപറ്റുന്നത് ഏതോ ക്രിസ്തീയ കുടുംബത്തിൽ അല്ലെങ്കിൽ പെന്തക്കോസ്തിൽ കുടുംബത്തിൽ ജനിച്ചു വീണതുകൊണ്ടാണോ? അതോ ഏതെങ്കിലും രോഗം മാറിയത് കൊണ്ടാണോ? അതോ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ നല്ലൊരു ജോലി കിട്ടിയത് കൊണ്ടാണോ? സാമ്പത്തിക നേട്ടം ഉണ്ടായത് കൊണ്ടാണോ? എന്തിന്റെ പേരിലാണ് നമ്മൾ യേശുവിനെ പിൻപറ്റുന്നത്? ശമരിയക്കാരിയെ പോലെ അല്ലെ സക്കായിയെ പോലെ യേശു എങ്ങനെ ഉള്ളവനെന്നറിഞ്ഞിട്ട് രൂപാന്തരം നമുക്കുണ്ടായിട്ടുണ്ടോ? പുതിയൊരു സൃഷ്ടിയായി മാറിയവരാണ് അവര്. സമരിയ പട്ടണത്തിൽ ചില മണിക്കൂറുകൾക്കുള്ളിൽ സുവിശേഷീകരിക്കാൻ തക്ക മാറ്റം അവളിൽ ഉണ്ടായത് നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും കർത്താവിനെ അറിഞ്ഞെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി? ഈ യാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം തിരിച്ചറിഞ്ഞ് നാം ഏറ്റുപറയുന്ന യേശുവിനെ പിൻപറ്റി എത്ര പേരുണ്ട്? നമ്മുടെ പട്ടണത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കൂട്ടുകാരിൽ. എല്ലാവരും വെറുക്കപ്പെട്ട ന്യായപ്രമാണലംഘിയായ സക്കായിയുടെ വീട്ടിൽ യേശു പാർക്കാൻ തയ്യാറായത് അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അറിഞ്ഞതിനാലാണ്. ഞങ്ങൾക്ക് ആരുമില്ലെന്ന് കരുതുന്ന ആരെങ്കിലും, ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശു അങ്ങനെയുള്ളവരുടെ കൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എരിഹോവിലെ മാന്യന്മാരായ മറ്റാരോടുകൂടെയും യേശുവിന് താമസമാക്കാമായിരുന്നു. എന്നാൽ ആരും ഇഷ്ടപ്പെടാത്ത സക്കായിയുടെ കൂടെ താമസിക്കാനാണ് യേശു ഇഷ്ടപ്പെട്ടത്. യേശുവിനെ വീട്ടിലേക്ക് സ്വീകരിക്കുവാൻ നമ്മളുടെ എല്ലാ ഇടപാടുകളും ശരിയാക്കേണ്ടതില്ലെന്നാ ഇവിടെ ഈ സംഭവത്തിൽ നമ്മൾ മനസ്സിലാകുന്നത്. അവൻ സക്കായിയോട് പറയുന്നു, നോക്കിയേ, വേഗം ഇങ്ങോട്ട് ഇറങ്ങി വാ, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. തീരുമാനം യേശുവിൻ്റെതായിരുന്നു. 18-ാം അധ്യായത്തിൽ കണ്ട ധനികനെ പോലെ. പക്ഷേ അത് സക്കായിക്ക് അത് നിരസിക്കാമായിരുന്നു. ജീവൻ പ്രാപിക്കാൻ വന്ന അവനെ നിനക്കതിന് പറ്റില്ല എന്ന് പറഞ്ഞ് യേശുവിന് പിന്തിരിപ്പിക്കുകയും ചെയ്യാമായിരുന്നു അവിടെ. എന്നാൽ തന്നോടൊപ്പം വന്ന് അവനെ അനുഗമിക്കാനാണ് ആ ധനികനോട് യേശു പറഞ്ഞത്. എന്നാൽ അവൻ ആ ഓഫർ തള്ളിയിട്ട് ദുഃഖിതനായി പോയ കാര്യം നമ്മൾ കണ്ടായിരുന്നല്ലോ. പക്ഷെ സക്കായി എന്താ ചെയ്യുന്നത്? യേശുവിന്റെ ഓഫർ സ്വീകരിക്കുക. കാരണം യേശുവിന്റെ സക്കായിയെ എന്ന വിളിയില് തന്നെ യേശു എങ്ങനെയുള്ളവെന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പം യേശു അവന്റെ വീട്ടിൽ വന്ന് പാർക്കുന്നതിൽ ആ ഓഫർ അവൻ സന്തോഷത്തോടെ സ്വീകരിക്കുക. സ്നേഹിതരെ, നമ്മൾ ആരാണെന്നും നമ്മളുടെ വീടിന്റെ അവസ്ഥ എന്താണെന്നും യേശുവിന് ഇതിനകം നന്നായിട്ട് അറിയാം. എന്തായാലും നമ്മുടെ വീട്ടിൽ നമ്മോടൊപ്പം സമയം ചെലവഴിപ്പാൻ യേശു ആഗ്രഹിക്കുന്നു. ഞാൻ പറയട്ടെ, യേശുവിനെ നമ്മുടെ വീട്ടിൽ കൈക്കൊണ്ടാൽ അവന്റെ സാന്നിധ്യവും നമ്മോടുള്ള അവന്റെ സ്നേഹവും അനുഭവിച്ചറിഞ്ഞാൽ അത് നമ്മുടെ വീടിന് രക്ഷയാണ്. എന്നാൽ യേശുവിനെ കണ്ടതുകൊണ്ടോ യേശു നമ്മുടെ വീട്ടിൽ വന്നതുകൊണ്ടോ അബ്രഹാമിന്റെ മകനാകയില്ല. അബ്രഹാമിന്റെ മകനാകാൻ നമ്മൾ വീണ്ടും ജനിക്കണം. ഇപ്പോഴുള്ള നമ്മൾ മരിക്കാതെ വീണ്ടും ജനിക്കാൻ സാധിക്കുകയില്ല. ഞാൻ പറയട്ടെ, വീണ്ടും ജനനം എന്ന ഒരു തിയോളജിക്കൽ ടൈം കേട്ട് നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. യേശു വെളിപ്പെടുത്തിയ കുറവുകൾ തിരിച്ചറിഞ്ഞ് രൂപാന്തരം പ്രാപിക്കുന്നതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. നമ്മൾ പുതുതായി ജനിക്കുമ്പോൾ നമ്മിൽ ഉണ്ടാകുന്ന രൂപാന്തരമാണ് നാം ആരെന്ന് വെളിപ്പെടുത്തുന്നത്. സക്കായി 4 മടങ്ങ് അവിടെ മടക്കി കൊടുക്കാൻ തയ്യാറായത് നമുക്ക് കാണാം. എന്നാൽ അത് രക്ഷിക്കപ്പെടാൻ വേണ്ടിയായിരുന്നില്ല. രക്ഷിക്കപ്പെട്ടവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ഫലമായിരുന്നു അതെന്ന് നമുക്ക് കാണാം. അബ്രഹാമിന്റെ സന്തതിയായി സക്കായി മാറിയപ്പോൾ അവന്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത്. അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കണമെന്ന് യേശു അവനോട് ആവശ്യപ്പെടുന്നില്ല. യേശു എങ്ങനെയുള്ളവനെന്ന ശരിയായ തിരിച്ചറിവാണ് സക്കായിയിൽ ആ മാറ്റം ഉണ്ടാക്കിയത്. നമ്മുടെ ജീവിതത്തിൽ അവൻ എങ്ങനെയുള്ളവനെന്ന് തിരിച്ചറിവ് വരുത്തിയിട്ടുള്ള രൂപാന്തരം എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? സക്കായിയുടെ പ്രതികരണം ശ്രദ്ധിച്ചേ. കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു.
പലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യഥാർത്ഥ മാനസാന്തരം ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹിതരെ, അത് കേവലം ഒരു വികാരപ്രകടനമല്ല, പ്രവൃത്തി ബദലത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. സക്കായി നമ്മോട് പറയുന്നത്, യഥാർത്ഥ മാനസാന്തരം ഉണ്ടായാൽ ദൈവത്തോടും മനുഷ്യനോടും റിക്കൺസൈൽ ചെയ്യാൻ അത് നമ്മളെ സഹായിക്കുമെന്നാണ്. അതുണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവ കുടുംബത്തിലെ അംഗങ്ങളായി തീരുന്നത്. സക്കായിയുടെ സമർപ്പണം കേട്ടുള്ള യേശുവിൻ്റെ വാക്കുകൾ അത് വ്യക്തമാക്കുകയാണ്. യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. യേശു വീട്ടിൽ വന്നതല്ല രക്ഷയ്ക്ക് കാരണം. യേശു ആരെന്ന് മനസ്സിലാക്കിയപ്പോൾ അവനോട് നിരക്കാൻ യേശുവിൻ്റെ മുൻപാകെ സമർപ്പിച്ചു കൊടുക്കുന്ന സമർപ്പണമാണ് രക്ഷ പ്രാപിപ്പാൻ നമ്മളെ സഹായിക്കുന്നതെന്ന് മറന്നു പോകരുത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ ശമരിയക്കാരിക്കും സക്കായിക്കും ഒക്കെ പാസ്റ്റ് സ്റ്റോറി പറയാനുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാസ്റ്റ് പലതും ഉണ്ടായിരിക്കാം. എന്നാൽ തിരുവചനം നമ്മളോട് പറയുന്നത് അവരുടെ രൂപാന്തരത്തിന്റെ കഥയാണ്. യേശു അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഉണ്ടായ രൂപാന്തരമാണ് അവർക്ക് മാറ്റത്തിന്റെ ആ ചരിത്രമായി മാറിയത്. ആ മാറ്റം സമൂഹത്തിനുണ്ടാക്കിയ പരിവർത്തനത്തെക്കുറിച്ചാണ് സക്കായിയുടെ ജീവിതത്തിലുണ്ടായ മാറ്റം യെരിഹോവിലെ നികുതിദായകരെ അറിഞ്ഞത്. ശമരിയക്കാരുടെ മാറ്റമാണ് ആ ദേശനിവാസികൾ അറിഞ്ഞത്. അതിലൂടെയാണ് അവർ യേശുവിനെ പിന്നീട് അറിയുന്നത്. പ്രിയമുള്ളവരെ, നമുക്കൊരു തിരിഞ്ഞു നോട്ടം ആവശ്യമില്ലേ? നമുക്ക് ചുറ്റുമുള്ളവരെ ക്രിസ്തുവിലേക്ക് സ്വാധീനിക്കുന്ന മാറ്റം നമ്മുടെ പാട്ടിനും പ്രാർത്ഥനയ്ക്കും പ്രസംഗത്തിനുമൊക്കെ ഉണ്ടോ? ഇല്ലെന്ന് തോന്നുന്നുവെങ്കിൽ സക്കായിയെ പോലെ നമ്മുടെ ഹൃദയമാകുന്ന വീട്ടിലേക്ക് കർത്താവ് പ്രവേശിക്കാൻ വീണ്ടും അനുവദിച്ചു കൊടുക്കാം. അവൻ വന്നാൽ നമ്മുടെ വീട്ടിന്റെ രക്ഷയാണ്. എവിടെയാണോ കർത്താവിന്റെ സാന്നിധ്യമുള്ളത്, എവിടെയാണ് നമ്മളത് മിസ് ചെയ്യുന്നത്? ഞാൻ എന്നോടുകൂടി ഉണ്ടെന്ന് പറയുന്ന യേശുവിനെ എൻ്റെ കൂടെയുള്ളവർക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അവർക്കത് കാണാൻ കഴിയാതെ പോകുന്നത്? അവിടേക്ക് നമ്മുടെ കർത്താവിനെ പ്രവേശിപ്പാൻ നമുക്ക് കഴിയട്ടെ. പ്രിയമുള്ളവരെ, നമ്മളിവിടെ ചെയ്യുന്നത് കൊണ്ട്, എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരിൽ നിന്നും ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടിയേക്കാം. എന്നാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ഇത് പര്യാപ്തമല്ല കേട്ടോ. യേശു കർത്താവ് നമ്മെ സാക്ഷ്യപ്പെടുത്തിയെങ്കിൽ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഇരുന്നുകൊണ്ട് വിനു ബ്രദർ അല്ലെ ബേബിച്ചൻ ബ്രദർ തരുന്ന സർട്ടിഫിക്കറ്റുമായി എനിക്ക് ഇവിടെ ചെല്ലാൻ കഴിയില്ല. അവർ പറയുന്ന ബെഞ്ചമിനെ യേശു കർത്താവ് സാക്ഷിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ നിത്യത എവിടെ ചെലവഴിക്കുമെന്ന് തീരുമാനിക്കുന്നത് യേശു കർത്താവിൻ്റെ സർട്ടിഫിക്കറ്റാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ വീടിന് രക്ഷ വന്നുവെന്ന് യേശു കർത്താവ് പറയുവാനിടയാകട്ടെ. നിങ്ങളും ഞാനും ദൈവമക്കളാണെന്ന് കർത്താവ് നമ്മളെ സാക്ഷ്യപ്പെടുത്തട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാനിവിടെ നിർത്തുന്നു. മേ ഗോഡ് ബ്ലെസ് us.